അപ്പോൾ നമുക്ക് എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ് കുറച്ച് എക്സസൈസസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഡിസ്കസ് ചെയ്യണം ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റേഴ്സിൻ്റെ എൻഡ് ഓഫ് എക്സസൈസസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു ആക്സിസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ പറഞ്ഞു, അത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വി നോ ദാറ്റ് ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് വൺ ഇസ് വൈ ആക്സിസ്. അങ്ങനെ അത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്ന് പറയും. ആ ഒറിജിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എത്രയാണ്? 0, 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഇൻ്റർസെക്ഷൻ ഇസ് 0, 0. Now next question 2. Point W has x coordinate equal to -5. Can you predict the coordinates of a point H which is on this line through W parallel to the y-axis? Which quadrants can H lie in? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് W എക്സ് കോർഡിനേറ്റ് പറഞ്ഞിട്ടുണ്ട് -5 ആണ്. പിന്നെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം ഏത് കോർഡിനേറ്റിലാണ് എച്ച് ഉള്ളത് എന്ന്. അത് ഡബ്ല്യു പോണ, അതായത് ഒരു ലൈന് ഡബ്ല്യു കൂടെ വരയ്ക്കുകയാണെങ്കിൽ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഡബ്ല്യു പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ക്വാഡ്രൻസ് ഏതൊക്കെയാണ്, എച്ച് ഉണ്ടാവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടില്ല. വൈ കോർഡിനേറ്റ് ഒരു ലൈന് നമുക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിവിടെ ഒരു എക്സ് ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട്, വൈ ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് -5 എക്സ് കോർഡിനേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ -5 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ -5 മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഡബ്ല്യു പാരലൽ ടു ദ വൈ ആക്സിസ്. അപ്പോൾ അതിന് നമുക്കൊരു ലൈൻ വരയ്ക്കാം പാരലൽ ടു വൈ ആക്സിസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൈന് നമുക്ക് കിട്ടി. നമ്മൾ ഈ ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യാൻ യു പ്രെഡിക്റ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എച്ച് വിച്ച് ഇസ് ഓൺ ദ ലൈൻ ത്രൂ ഡബ്ല്യു പാരലൽ ടു ദ വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലാണ്. ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഇതിന് പാരലാണ്. ഈ ഡബ്ല്യു പോയിന്റ് എവിടെയാണ് കിടക്കണം എന്നുള്ള കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ഈ ഇതിന് പാരലാണ്. വിച്ച് ക്വാഡ്രൻസ് ക്യാൻ എച്ച് ലൈൻ? എച്ച് എവിടെയാണ് ആവാം എന്നുള്ളത്. എച്ച് ഈ ഒരു ഏത് പോയിന്റിലും എച്ച് ആവാം. കാരണം ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞിട്ടുണ്ട് -5. അപ്പോൾ ഇതിലേതും ആവാം. അപ്പോൾ ഏതൊക്കെ കോർഡിനേറ്റ്സ്, വിച്ച് കോർഡിനേറ്റ്സ് ക്യാൻ എച്ച് ലൈ ഓൺ? എച്ച് ക്യാൻ ലൈ ഓൺ second or third. This is our second coordinate. This is our second quadrant and this is our third quadrant. അപ്പോൾ it can be second or third. So we can write as H can lie on second or third quadrant. Now the next question, third question. Consider the points R30, A0 -2, M -5 -2 and P -5 2. If they are joined in the same order, predict two sides of RIMP that are perpendicular to each other, one side of RIMP that is parallel to one of the axis, two points that are mirror images of each other in one axis. Which axis will this be? Now plot the points and verify your predictions. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് പ്രഡിക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പോയിന്റ്സ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് വൈ എന്നുള്ള ആക്സസ് വരച്ചു. അതിന് ഇതുപോലെ പോയിന്റ്സ് നമ്മൾ കൊടുത്തു. പോസിറ്റീവ് പോയിന്റ്സ് എക്സിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് പോയിന്റ്സും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് പോയിന്റ്സും കൊടുത്തു. പിന്നെ വൈ ആക്സിസിൽ എബവ് നമ്മൾ പോസിറ്റീവ് പോയിന്റ്സ് കൊടുത്തു, ബിലോ നെഗറ്റീവ് പോയിന്റ്സ് കൊടുത്തു. ഇനി നമുക്ക് ഓരോ പോയിന്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് R30 എന്നുള്ളതാണ്. 3 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ 3 നമ്മൾ എടുത്തു. പിന്നെ വൈ 0 ആണ്. അപ്പോൾ ആക്സിസിൽ തന്നെയാണ്, എക്സ് ആക്സിസിൽ തന്നെയാണ് ആ പോയിന്റ് വരിക. അങ്ങനെ 6 നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ്
A0 - 2 ആണ്. A0 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിന്റ് വൈ കോർഡിനേറ്റിൽ എവിടെയോ ആയിരിക്കും വരിക. വൈ കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് -2. അപ്പം നമ്മൾ -2ൽ എ പോയിന്റ് ചെയ്തു. A0 - 2 എന്നുള്ള പോയിന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് M - 5 - 2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -5 ആയതുകൊണ്ട് എക്സ് ആക്സിസ് -5 എവിടെയാണെന്ന് നോക്കി. പിന്നെ വൈ കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ -2 അതിന് താഴേക്ക് പ്ലോട്ട് ചെയ്യണം നമ്മൾ, -2 ഉള്ളത് വരെ. അപ്പോൾ ഇവിടെയാണ് -2 വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു എം. അപ്പോൾ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു M -5 - 2 എന്നുള്ള പോയിന്റ്. ഇനി നെക്സ്റ്റ് P - 5 - 2 ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് ആണ്. അപ്പം -5 തന്നെയാണ് എക്സ് കോർഡിനേറ്റ്, 2 ആണ് പക്ഷെ വൈ കോർഡിനേറ്റ്. അപ്പോൾ അത് മേലെ വരും ആ പോയിന്റ്. അപ്പോൾ പി എന്ന് പറയുന്നത് ഇവിടെ വന്നു. ഇനി സം പ്രഡിക്ഷൻസ് ആർ ദർ. 2 sides ഓഫ് RMP ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം, ഈ പോയിന്റ്സിനെ. അപ്പം നമ്മൾ ഈ 4 പോയിന്റ്സും ഇവിടെ ജോയിൻ ചെയ്തു. കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ വി ഗോട്ട് PRAM എന്നുള്ളത് കിട്ടി, ഒരു ഇത് കിട്ടി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രഡിക്ഷൻ ആണ് 2 sides ഓഫ് RAMP ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 2 sides പെർപെൻഡിക്കുലർ ആണ്. അതെ, ഇവിടെ നോക്കൂ, PM-ഉം MR-ഉം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ ദ പ്രഡിക്ഷൻ ഇസ് കറക്റ്റ്. ഹിയർ യു ക്യാൻ സീ PM and MR perpendicular to each other. That is first prediction. What is next? One side of RMP that is parallel to one of the axis. Yes, ഇവിടെ ഒരു one side എന്ന് പറയുന്നത് PM ആണ്. PM y axis ന് parallel ആണ് axis. So PM is parallel to y axis. That you need to mention. PM is parallel to y axis. Any one of the axis എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് 3. 2 points that are mirror image of each other in one axis. Which axis will this be? ഒരു പോയിന്റ് മിറർ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്കറിയാം, M എന്നുള്ള പോയിന്റ് -5 - 2 ആണ്. P എന്നുള്ള പോയിന്റ് -5ഉം 2 ആണ്. ദിസ് ഈസ് ദ മിറർ ഇമേജ്. ഇത് ഈ രണ്ട് പോയിന്റ്സും, ദീസ് പോയിന്റ്സ് ആർ mirror images to each other. So we can write third one, P and M are mirror images to x axis. ഇവിടെ x ഏത് axis എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Which axis will this be? So you can write P and M are mirror images to x axis. So you got all the predictions, I believe. Now fourth one, plot points set 5 - 6 on the Cartesian plane. Construct a right angle triangle IZN and find the length of the 3 sides. Answers may vary, differ from person to person. ഇപ്പോൾ പ്ലോട്ട് സെറ്റ് 5 - 6 എന്നുള്ളത് പ്ലോട്ട് ചെയ്തിട്ട് IZ എന്നുള്ള ZN എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ 3 സൈഡ്സ് ലെങ്ത്തും കാണാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ XY ആക്സസ് വരച്ചു, Z പ്ലോട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ടത് IZN ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു മെഷർമെൻ്റ് ആണ്, പോയിൻറ്റ് -60 എന്ന് എടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ്. ഇവിടുന്ന് പോയിൻറ്റ് ഞാൻ എടുക്കുകയാണ്, എനിക്കിഷ്ടമുള്ള പോലെ എടുക്കുകയാണ്. എന്നിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഇനി ഞാൻ ഈ പോയിൻറ്റ് 0 - 6, ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 0 ആണല്ലോ, ഇതിനെ ഞാൻ I എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ ഞാൻ N എന്ന് മാർക്ക് ചെയ്തു. N എത്രയാണ്? എനിക്ക് എക്സ് കോർഡിനേറ്റ് 5ഉം വൈ കോർഡിനേറ്റ് -2 ആണ്. Z എത്ര? Z ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക്, 5 - 6 ആണ്. ഇനി നമ്മൾ മൂന്ന് കോർഡിനേറ്റ്സും നമുക്കറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് മെഷർ ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഈ സൈഡ് ലെങ്ത് എത്രയാണ്? IZ എന്നുള്ള ലെങ്ത് എത്രയാണ്? നമുക്ക് ഇവിടെ നിന്ന് തന്നെ മെഷർ ചെയ്ത് എഴുതാം, കാരണം ഒരു പോയിന്റ് 0ലാണ്. അപ്പോൾ 1 2 3 4 5 യൂണിറ്റ് വുഡ് ബി ദിസ്.
Now this point z എന്നുള്ളത് നമുക്ക് y coordinate മൈനസ് സെഡിൻ്റെ y coordinate മൈനസ് എന്നിൻ്റെ y coordinate. അപ്പം നമുക്കത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -6 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്നുള്ള ആൻസർ കിട്ടി. നോക്കൂ, 4 ആണ് ഇതിൻ്റെ 1 2 3 4 മെഷർമെൻറ്റ്സ് നമുക്ക് മൈനസിൽ എഴുതാൻ പറ്റില്ല. സോ വി ആർ റൈറ്റിംഗ് 4. ഇനി നമുക്ക് ഈ ഒരു ഇതാണ് കണ്ടത്, ഈ ഒരു IN എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ ബോധയാന പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. IN സ്ക്വയർ ഈസ് ഇക്വൽ ടു IZ സ്ക്വയർ പ്ലസ് ZN square. So we are going to find out IN square. IN square is equal to IZ എത്രയാ? IZ 5 ആണ്, അപ്പോൾ 5 സ്ക്വയർ പ്ലസ് ZN എത്രയാ? 4 സ്ക്വയർ. So we can write 25 plus 16. Then IN is equal to root of 25 plus 16. And we can write that is equal to root of 41. So IN is equal to root 41. അങ്ങനെ അത് ആൻസർ നമുക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യന് പലർക്കും പല ആൻസർ ആയിരിക്കും. കാരണം ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് വരയ്ക്കണമെന്നനുസരിച്ചിരിക്കും. ചിലർക്ക് ഇത്ര വരച്ചുള്ളൂ എങ്കിൽ ആ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പോയിന്റ് ഞാനിവിടെ y കോർഡിനേറ്റിലാണ്, y ആക്സിസിലാണ് എടുത്ത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ് 5 യൂണിറ്റ് എടുത്തതുകൊണ്ട് ദിസ് ഇസ് മൈ ആൻസർ. ആൻഡ് ദ ആൻസർ വിൽ വാരി ഇൻഡിവിജ്വൽസ്, പേഴ്സൺ ടു പേഴ്സൺ. What would a system of coordinates be like if we did not have negative numbers? Would this system allow us to locate all the points on a 2D plane? That's a question here. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഭാഗം മൊത്തം ഉണ്ടാവില്ല, പിന്നെ ഈ ഭാഗം ഉണ്ടാവില്ല. So only this portion will be included in our system. We cannot consider these numbers in our system. So you can say that means only quadrant 1 would be available. In practical terms, the system would fail to describe half the directions like west and south on a map or left and downward on graph paper.